ഈ ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുക എന്ന് പറയുന്നത്. അപ്പം ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും കൂടെ കഴിഞ്ഞ ദിവസം വളരെ കാഷ്വലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഞങ്ങളുടെ ഇടയിൽ എങ്ങനെ സേവ് ചെയ്യാം എന്നുള്ളൊരു കോൺവെർസേഷൻ വന്നു. അപ്പോൾ അത് രഞ്ജനി ഹരിദാസ് എങ്ങനെയൊക്കെയാണ് അവർ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്തതെന്ന് പറയുന്നൊരു ചെറിയൊരു വീഡിയോ അവരുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പോൾ സഡൻലി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് ഞങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അതായത് പല SIPസിനെ കുറിച്ചിട്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെയൊക്കെയാണ് ഫ്രോഡ് വരുന്നത്, എങ്ങനെയാണ് നന്നായിട്ട് യൂസ് ചെയ്താൽ ഏറ്റവും കൂടുതൽ ബെനഫിഷ്യൽ ആവുന്നത്, അങ്ങനത്തെ പല കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങി. അപ്പോഴാണ് എന്നെ അത് സ്ട്രൈക്ക് ചെയ്തത്. ഞങ്ങൾ 2 സ്ത്രീകൾ പെട്ടെന്ന് ഒന്നുമേ പറയാനില്ലാതെ റിസീവ് ചെയ്യുന്ന ഒരു ഇടത്തിൽ നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. അവിടെ പെട്ടെന്ന് ഞങ്ങൾ 3 പേരും ജോലി ചെയ്തിട്ടുള്ളവരാണ്, സമ്പാദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാലറീഡ് ആയിരുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ എങ്ങനെയാണ് സേവ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ, എനിക്ക് നാട്ടുചിട്ടികളുണ്ടായിരുന്നു, അതേപോലെ KSFയിൽ ചിട്ടി ഉണ്ടായിരുന്നു, മുത്തൂറ്റിൽ ചെറിയ പരിപാടികൾ ചിട്ടികളൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ അതിൽ തന്നെ അച്ഛൻ ഇന്ന സ്ഥലത്ത് ഡെപ്പോസിറ്റ് ചെയ്ത് നല്ല എന്ന് പറയുന്നു, ഞാൻ സാലറി വരുമ്പോൾ പൈസ കൊടുക്കുന്നു, പിന്നീട് എന്തെങ്കിലും സൈൻ വേണ്ടി വരുന്ന സമയത്ത് ഞാൻ പോയിട്ട് സൈൻ ചെയ്യുന്നു, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എനിക്ക് വളരെ കുറേ കാലത്തിന് ശേഷമാണ് ക്രെഡിറ്റ് കാർഡ് എടുക്കണ്ടേ, അതെടുത്ത പ്രശ്നമാണോ, അത് എൻ്റെ അടുത്തിരുന്ന പ്രശ്നമാണോ, ഇങ്ങനത്തെ ചിന്തകൾ മുഴുവൻ ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ എൻ്റെ സിബിൽ സ്കോർ വളരെ മോശമാണെന്നുള്ള റിയലൈസേഷൻ വരുന്നു. അപ്പോൾ എനിക്കൊരു ലോൺ കിട്ടണമെങ്കിൽ എന്ത് പാടാണ്. വെൻ ഐ എം ഡെപ്റ്റ് ഫ്രീ അപ്പോഴും എനിക്കൊരു ലോൺ കിട്ടത്തില്ല. ഇങ്ങനത്തെ റിയലൈസേഷൻ ഉണ്ടാവുന്നത് വളരെ ലേറ്റാണ്, ഇൻ മൈ 30s. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, സ്ത്രീകൾ അവരുടെ സാലറി കിട്ടുമ്പോഴത്തേക്കും അവരുടെ ലൈഫ് കുറച്ചുകൂടി അവർക്ക് ഇഷ്ടമുള്ള രീതിയിലോട്ട് മാറ്റാൻ തുടങ്ങും. എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കുക, എനിക്കിഷ്ടമുള്ള രീതിക്ക് ജീവിക്കുക, എൻ്റേതായിട്ടുള്ളൊരു സ്പേസ് ഓൺ ചെയ്യുക, ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എൻ്റെ പണം അത് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള മാർഗങ്ങൾ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആ കോൺവെർസേഷനിൽ ആലോചിച്ചു, എന്തുകൊണ്ടായിരിക്കും നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഈ ഫിനാൻഷ്യൽ മെച്യൂരിറ്റി ഉണ്ടാവുന്നത്. ലേറ്റ് ഇൻ അവർ 30s ആണ് നമ്മളിത് റിയലൈസ് ചെയ്യണതെന്ന് സ്ത്രീകൾ പ്രത്യേകിച്ചും എനിക്ക് തോന്നി. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഓർ ആർ യു ലൈക്ക് ഫൈനാൻഷ്യലി വെരി ഇൻ്റലിജൻറ്റ്? അതറിയാൻ എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട്. ആ ഒരു കോൺവെർസേഷൻ എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയ ഒരു തോട്ടാണത്. അത് നിങ്ങളോട് ഷെയർ ചെയ്യണം എന്നെനിക്ക് തോന്നി.